സ്റ്റേഷനിൽ നിന്ന് വണ്ടി എത്തിയില്ല. ഇതേ നോക്കിയേ, സാറി ഈ വാർത്ത കണ്ടോ? കാസിം കൊലക്കേസിൽ പ്രതിനെ വെറുതെ വിട്ടു. എവിടെ? നീ എന്റെ ഷർട്ട് തേച്ചോ? അതൊക്കെ എപ്പോഴോ റെഡിയായി സാറേ. ഒരു സംശയം, കരീം അന്ന് സാറിനോട് കുറ്റം സമ്മതിച്ചല്ലേ? അല്ല സാറേ, ഇത്ര തെളിവുണ്ടായിട്ടും സാർ എന്തിനാ അവനെ രക്ഷിച്ചത്? ഇവനെ പോലത്തെ കൊലയാളികൾക്ക് 8ന്റെ പണി കൊടുക്കണം സാറേ. അങ്ങനെ ചെയ്തെങ്കിൽ റിട്ടയറിന് മുന്നേ സാറിന്റെ തൊപ്പിയില് ഒരു പൊൻതൂവലും കൂടി കൂടിയനെ. എൻ്റെ ഈ യാത്ര ഞാൻ ദൈവതുല്യനായി കാണുന്നു ആ വലിയ മനുഷ്യനെ കാണാനാണ്. ബാപ്പയുടെയും ഉമ്മയുടെയും അകാല മരണത്താൽ ഒറ്റപ്പെട്ടപ്പോൾ ഞാനും എൻ്റെ പെങ്ങളും പൊന്നാനിയിൽ നിന്ന് ജീവിത സ്വപ്നങ്ങളുമായി കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിലെ ഐസ്ക്രീം കച്ചവടക്കാരിൽ ഒരുവനായി ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകവേ ചില സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആദ്യം പണി പിന്നെ കൂലി, അതാ എനിക്കിഷ്ടം. സത്യേട്ടാ, അങ്ങനെ പറയല്ലേ. കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ വരാം. ആദ്യം എന്റെ കാര്യം നടക്കട്ടെ, പിന്നെ നിനക്ക് പണം തരാം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടില്ലല്ലോ സത്യേട്ടാ. കുഞ്ഞിന് നല്ല പനിയുള്ളോണ്ടല്ലേ. നടക്കില്ല മോളെ, നിന്നെ പോലുള്ളവരെ വിശ്വസിക്കാനേ പറ്റില്ല. സത്യേട്ടാ, ഈ അവസ്ഥയിൽ എന്നെ കൈയൊഴിയരുത് പ്ലീസ്. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആദ്യം എന്റെ ഒപ്പം വരാൻ നോക്ക്. വന്നാ കാശ് തരാം, അല്ലേ സ്ഥലം വിടാൻ നോക്ക്. പ്ലീസ് സത്യേട്ടാ. സത്യേട്ടാ, കയ്യിൽ കാശുണ്ടെ കൊടുക്ക്, അവര് തരും. എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ കൊടുക്ക്, തിരിച്ചു കിട്ടുന്ന കേസല്ല മോനെ. അരമണിക്കൂർ ഈ കൊച്ചിനൊന്ന് നോക്കൂ, ഞാൻ പോയിട്ട് വരാം. ഡോക്ടറെ കാണിച്ചില്ലേ എന്റെ കുഞ്ഞു പോകും. നിനക്കിഷ്ടണ്ടെങ്കിൽ വാ, ഞാൻ റൂമിലുണ്ടാവും. ഇത് ഡോക്ടറെ കാണിക്കണേ, കാശില്ലാന്നോർത്ത് വിഷമിക്കണ്ട, ഞാൻ കാശ് തരാം. നിങ്ങൾ കുട്ടിനെ കൊണ്ടേ കാണിക്ക്, പിന്നെ തന്നാ മതി. കരീമേ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ശരി. കപ്പലാണ്ടി 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 കടല 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 കപ്പലാണ്ടി 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 കടല 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 ചടക്കടല വേണം. കപ്പലാണ്ടി 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 ചടക്കടല വേണം. കപ്പലാണ്ടി 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 ചേട്ടാ കടല 10 രൂപ. ശരി സാറ്. കപ്പലാണ്ടി 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 കടല കടല ചേട്ടാ കടല വേണം. ഈ കേസിൽ നിന്ന് നമുക്ക് അവനെ ഒഴിവാക്കാം, പക്ഷേ SI ഇടപെടുമെന്നാണ് എന്റെ ഡൗട്ട്. SI നമുക്ക് ഒതുക്കാം, അതിന്റെ കാശിപ്പായ ഉണ്ടല്ലോ. ഭയമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ കടല കടല കപ്പലാണ്ടി 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 ചേട്ടാ 5 രൂപയുള്ളൂ. പ്ലീസ് ഒരെണ്ണം വാങ്ങൂ ചേട്ടാ. കപ്പലണ്ടി ചേട്ടാ കപ്പലണ്ടി വാങ്ങൂ. ഇത് മുഴുവനായി ഞങ്ങൾ അങ്ങ് എടുത്തോളാം. ചേട്ടാ വിട് വിട്. ഹലോ ഹലോ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, ചത്ത പോലെ കിടക്കാതെ എഴുന്നേൽക്ക്. ദൈവമേ, വടിയായി. കാസിം പോയി പിടിക്കാവനെ.
ആ സംഭവത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാതെ മരുന്നിന് പോലും വകയില്ലാതെ ശാരീരികമായും മാനസികമായും ഞാൻ തളർന്നു. ആ തളർച്ചയിൽ താങ്ങാവുമെന്ന് പ്രതീക്ഷിച്ച പലരും കൈയൊഴിഞ്ഞു. പണം അതാണല്ലോ എല്ലാം. വെച്ചിട്ട് പോടെ ചേർക്കാൻ നിന്നേക്കാളും വലിയവനെ ഞാൻ കണ്ടിട്ടുണ്ട്. നായ്ക്കൾക്ക് നക്കാനും കൊടുക്കണം, പണം ഒട്ടില്ലാത്താനും. എന്താ മോളെ പറഞ്ഞോളി, കുഴപ്പമില്ല. ഇക്കാക്ക് കുറവുണ്ടോ? ഈ ഒന്നും വിട്ടായിരുന്നേ, പറ മോളെ. ഇക്കാക്ക കുറച്ച് കാശ് തരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ആശുപത്രിയിൽ പോണം. എന്റെ എവിടുന്ന മോളെ ഇത്രയും കാശ്? ഉള്ളത് എന്താ വെച്ചാ കൊടുക്ക് സാറേ. ഇതെന്റെ കാര്യം നോക്ക്. 500 കൊടുക്കി. ഏത് കുറച്ചോളി. ഓള് പറഞ്ഞല്ലേ കൊടുക്ക്. ഓള് പറഞ്ഞിട്ട് കൊടുത്തില്ലെന്ന് വേണ്ട. ഓ ഓള് ഒരു ഉരുപ്പടി തന്നെയാ. കാസിംബായിയുടെ അടുത്തെത്തിച്ചാൽ കൂടുതൽ കാശ് മേടിച്ചെടുക്കാം. ഈ ഒന്ന് സൂത്രത്തിൽ സംസാരിച്ചു നോക്കൂ. ഞാൻ ശ്രമിച്ചു നോക്കാം. ആ കുട്ടി വരുമോന്നറിയില്ല. നീ കാര്യപ്പെട്ട രീതിയിൽ സംസാരിച്ച അവള് വീഴും. ചേച്ചി, എവിടെ പോയിട്ടും കാശൊന്നും കിട്ടിയില്ല. എന്റെ എവിടുന്നാ മോളെ കാശ്? ഇനി എന്താ ചെയ്യാ? എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ പോലും ഇല്ല. ഒരു പിടിയും കിട്ടണില്ല. എന്റെ ഒപ്പം വാ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. അപ്പനെ പോവാനട്ടാ. ആ ഓ, മോൾക്ക് എങ്ങനെയാ ഇവിടെ പരിചയം? ചേച്ചി ഞങ്ങളുടെ വീടിന്റെ അടുത്താ. ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമോ? എന്ത്? അതൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. ശരി, വിട്ടേക്ക്. അകത്ത് നിന്നാലെങ്ങനെയാ? ഇന്ന് അടുത്തു വാ. വേണ്ട, നിന്നോളാം. എനിക്ക് കൊച്ചേ, എന്തിനാ പേടിക്കുന്നേ? അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് നിന്റെ പേരും പറഞ്ഞ് കുറെ പൈസ അവള് വാങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കിടക്കടി, കിടക്കാതെ അടങ്ങി കിടക്കടി. എന്ത് പണം? എത്ര പണം നിനക്ക് വേണടി? ബിരിയാണി തരാൻ പറഞ്ഞിട്ട് വിളിച്ചോർത്ത് കളിയാക്കുന്നു. വാ വേഗം. നീ ഇങ്ങോട്ട് പോവാ. നീ വിളിച്ചോ? ഇക്കാക്കയ്ക്ക് ചായ എടുക്കട്ടെ? വേണ്ട, നീ ആ ജോണേട്ടൻ്റെ വീട്ടിൽ പോയി കുറച്ച് കാശ് ഇട്ടാ നോക്ക്. കർത്താവെ, മുതലും പലിശയും തരാതെ മുങ്ങി നടക്കുന്നവരുടെ മനസ്സ് മാറ്റി മുതലും പലിശയും പലിശയുടെ പലിശയും ചേർത്ത് പെരുമാറാകണമേ. അങ്ങനെ ഈ ഉള്ളവന്റെ പെട്ടി പണം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് ഇത്രയും വെളിച്ചം കണ്ടാൽ മതി. മേതിരിക്ക് ഇപ്പൊ എന്താ വില? 5000 രൂപ കടായിട്ട് തരാൻ ഇക്കാക്ക പറഞ്ഞു. മേതിരി അണക്കണ്ടായിരുന്നില്ല. ആവതുള്ളമാര് പണം വാങ്ങിയിട്ട് പണം തരുന്നില്ല. എന്നിട്ടപ്പോ പണം കൊണ്ടുവന്നാ പണം തരാം. ഇക്കാക്കയുടെ ചികിത്സയ്ക്കാ. ഒഴിവാക്കരുത് ജോസേട്ടാ, ഞങ്ങളെ സഹായിക്കണം. വേറെ എങ്ങോട്ട് പോകാനാ? പോവാൻ നോക്ക്. എന്റെ അടുത്താ കളി. കർത്താവേ നന്ദി, ശല്യം ഒഴിവായി. അയ്യോ,
എന്റെ ദൈവമേ. ആവൂ, രക്ഷപ്പെട്ടു. എടാ, നിന്നോടല്ലേ മേല ഈ ഫോണിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞത്? നീയും നിന്റെ കാക്കിമ്പായും കാരണം എന്റെ കുടുംബജീവിതം തകർന്നു. ഇനി മേലാൽ ഇങ്ങോട്ട് വിളിക്കരുത്. പന്ന റാസ്കൽ. മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കില്ല. സ്കൂളിൽ താമസിച്ചാലും ഇവിടെ താമസിക്കാൻ നിൽക്കരുത്. അറിയാലോ? അറിയാം. നിന്നോട് കൂടിയാ പറയുന്നത്. ഓക്കെ. പിയൂൺ ദാമോദരന്റെ കയ്യിൽ കൊടുക്കണം. ആരും അറിയരുത്. ഓക്കെ. കേട്ടോടാ? വീടി വേണോ? വേണ്ടിക്ക. പഠിക്കലതൊക്കെ ഇക്ക, ദിലീപേട്ടന്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. ഏതാടാ പടം? എല്ലാടി വീരൻ. അടിച്ചു വിളിക്കാതെ അതിനെ പഠിക്കലൊക്കെ. ശരി. എവിടെയായിരുന്നടാ? നിന്നെക്കാൾ നന്നായി പിള്ളേര് കച്ചവടം നടത്തുന്നുണ്ടല്ലോ. കോളേജിൽ പഠിക്കുന്ന നിനക്കാണോ പറ്റാത്തത്? കുറച്ചുകൂടി പിള്ളേരെ കൂട്ടാൻ നോക്കണം. സത്യം ഭായ്, കോളേജിലെ കാര്യമൊന്നും പറയണ്ട. ലഹരി വിരുദ്ധ സമിതി എന്ന് പറഞ്ഞ് കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അവന്മാര് പണി തരും. അതാ പ്രോബ്ലം. ആ റോസമ്മ ടീച്ചർ ഇപ്പൊ അവിടെ ഉണ്ടാവൂലേ? അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുത്തതാ. വഴിയുണ്ടാക്കാം. ഭായ്, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. ആ പട്ടിശാചി വിളിച്ചിരുന്നു മരടിയെന്ന്. വായിച്ചൊന്നും പണിയൊന്നുമില്ലേ? ആ പെണ്ണ് അവിടെ ഒരു പുതിയ വീട്ടില് വാടകയ്ക്ക് താമസിച്ചാണെന്നാ കേട്ടത്. ഭായ് വേണ്ടത് ചെയ്തില്ലേ അവരവിടുന്ന് മുങ്ങി. നീ ചെല്ല്. പ്രതീക്ഷിച്ചില്ലല്ലേ? കൊച്ചിയിൽ കാസിമിന്റെ കണ്ണെത്താത്ത സ്ഥലമില്ല മോളെ. ഒന്നാഗ്രഹിച്ച കൊത്തിപ്പറന്ന ചരിത്രമേ കാസിമിനുള്ളൂ. എന്നൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇവിടെ പോയിട്ട് നിന്റെ രക്ഷക. ഞാനൊന്ന് പെട്ടുപോയതാ. അന്ന് ആ ചേച്ചി വിളിച്ചപ്പോ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഇക്കമ്മോളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നല്ലോ. സഹായിക്കാൻ വന്നത്. ഒരു പുതിയ പണിയൊക്കെ പഠിപ്പിച്ച ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്തൊരു അങ്ങനെ പോയി മോളെ. ആരാന്ന് പോയി നോക്കടാ. നീയോ? സാറോട് ഉണ്ടോ? സാറൊന്ന് കാണാൻ വന്നതാ. കേറി വാടോ. ആ, തന്നെ കുറിച്ച് ഇപ്പൊ വായിച്ചതേ ഉള്ളൂ. സാറെന്താ ഇവിടെ? സാറിനൊന്ന് കാണാൻ വന്നതാ. ഇരിക്കേ. വേണ്ട, നന്ദിയുണ്ട് സാർ. ഒരുപാട് നന്ദിയുണ്ട്. എന്നെ കേസിൽ കൊടുക്കാതെ രക്ഷപ്പെടുത്തിയതിനും എനിക്ക് നല്ലൊരു ജീവിതം തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാർ. താൻ ചെയ്ത കുറ്റം തന്നെ. സ്വന്തം പെങ്ങളുടെ മാനം രക്ഷിക്കാൻ ആരും ഇതൊക്കെ ചെയ്തു പോവും. അവനെ പോലുള്ളൊരു കൊടും കുറ്റവാളിക്ക് അർഹിക്കുന്ന മരണം കിട്ടി.
എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. നീ ചെറുപ്പാ, നിനക്ക് ഇനി ജീവിതം ബാക്കിയുണ്ട്. എൻ്റെ വമ്പന്മാർക്കും വേണ്ടി പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ എനിക്ക് സന്തോഷിക്കാൻ വല്ലതൊക്കെ വേണ്ടേടൂ. ഇനി ഈ കേസ് കുത്തിപ്പൊക്കാൻ ആരും വരാൻ പോകുന്നില്ല. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. നീ പോയി പെങ്ങളുമായി സുഖമായി ജീവിക്കും.